ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യൂണിറ്റ് 3 ബ്ലോക്ക് 2 യൂണിറ്റ് 3 അവസാനത്തെ ടോപ്പിക്കായ ചലഞ്ചസ് ഇൻ പോർട്ട് ആൻഡ് എയർപോർട്ട് ലോജിസ്റ്റിക്സ്. പോർട്ടും എയർപോർട്ട് ലോജിസ്റ്റിക്സിൻ്റെയും വരുന്ന ചലഞ്ചുകൾ, വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കഞ്ചക്ഷൻ. എന്താണ് കഞ്ചക്ഷൻ എന്ന് പറയുന്നത്? അതായത് തിരക്ക്, ഗതാഗത തിരക്ക് എന്നൊക്കെ പറയാം. ഓക്കെ, അതായത് പോർട്ടുകളിലും എയർപോർട്ടുകളിലും വരുന്ന കപ്പലുകളും വിമാനങ്ങളും കൂടുതലായാൽ കഞ്ചക്ഷൻ കൂടുന്നു, തിരക്ക് കൂടുന്നു അല്ലേ. മതിയായ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ ചരക്കുകൾ അൺലോഡ് ചെയ്യാനും മൂവ് ചെയ്യാനും താമസം ഉണ്ടാവും. ഇത് കാരണം ഡെലിവറി വൈകുകയും ചെലവ് കൂടുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ മുദ്ര പോർട്ട്, ചെന്നൈ പോർട്ട്, ഡൽഹി IGA എയർപോർട്ട് എന്നിവിടങ്ങളിൽ ചിലപ്പോൾ കഞ്ചക്ഷനൊക്കെ ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കസ്റ്റംസ് ഡിലേ. അതായത് ചരക്കുകൾ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ കസ്റ്റംസ് ക്ലിയറൻസ് ആവശ്യമാണ്. പേപ്പർ വർക്ക്, ഇൻസ്പെക്ഷൻ, കോർഡിനേഷൻ ഇല്ലായ്മ എന്നിവ കാരണം ഡിലേ ഉണ്ടാകാം. ഇത് കാരണം കണ്ടെയ്നേഴ്സ് യാർഡ് നീണ്ട സമയം നിൽക്കുകയും സ്റ്റോറേജ് ചാർജ് കൂടുകയും ചെയ്യും. അതിനാൽ എഫിഷ്യൻറ്റ് കസ്റ്റംസ് കോർഡിനേഷൻ വളരെ പ്രധാനമാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സ്. എന്താണത്? അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്. പല പോർട്ടുകളിലും എയർപോർട്ടുകളിലും റോഡ്, റെയിൽ കണക്ടിവിറ്റി കുറവ് കാണാം. മൾട്ടി മോഡൽ ടെർമിനൽസ്, വെയർ ഹൗസ്, കോൾഡ് സ്റ്റോറേജ് എന്നിവ കുറവായാൽ ചരക്കുകളുടെ ഗതാഗതം വൈകും. ഇത് ട്രാൻസ്പോർട്ടേഷൻ ടൈമും കോസ്റ്റും വർദ്ധിപ്പിക്കും. നെക്സ്റ്റ്, റെഗുലേറ്ററി ഇഷ്യൂസ്. നിയമപരമായ പ്രശ്നങ്ങൾ. എന്താണ്? ലോജിസ്റ്റിക്സ് മേഖലയിൽ കസ്റ്റംസ്, പോർട്ട് അതോറിറ്റി, സെക്യൂരിറ്റി, ഷിപ്പിംഗ് ലൈൻസ് തുടങ്ങിയ പല ഏജൻസീസ് ഉൾപ്പെടുന്നു. ഓരോ ഏജൻസിക്കും വ്യത്യസ്ത ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാകുന്നതിനാൽ ഡിലേ ഉണ്ടാകാം. പേപ്പർ വർക്ക് കൂടുതലായതിനാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും കോംപ്ലിയൻസ് കൂടും. ലാസ്റ്റത്തെ പോയിൻ്റാണ് കോസ്റ്റ് ഓഫ് എയർ ഫ്രൈറ്റ്. ഓക്കെ, എന്താണ് പറയുന്നത്? എയർ ഫ്രൈറ്റ് സീ, റെയിൽ, റോഡ് ട്രാൻസ്പോർട്ടിനേക്കാൾ കൂടുതൽ ചിലവുള്ളതാണ്. അതുകൊണ്ട് സാധാരണയായി ഹൈ വാല്യൂ അല്ലെങ്കിൽ അർജൻസ് ഗുഡ്സുകൾക്കാണ് എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 തീരുകയാണ്. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് 4 ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് കാണാം.